കഴിഞ്ഞ ദിവസം ഏഞ്ചൽ ബേബി തനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതായത് തന്റെ ശരീരഭാഗത്തെക്കുറിച്ച് മോശമായ രീതിയിൽ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നതായിരുന്നു ആ വീഡിയോ. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് പറയും മുമ്പ് നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. പ്ലീസ് പ്ലീസ് എന്നെ പറയാൻ വിട്ട് പ്ലീസ് പ്ലീസ് അശ്വതി പ്ലീസ് വെച്ച് വരയ്ക്കുന്ന എന്റെ ബ്രസ്റ്റ് എന്റെ പ്രൈവറ്റ് പാർട്ട് ഇതൊക്കെ നീ മൗസ് വെച്ച് വരയ്ക്കുന്ന സെക്ഷലൈസ് ചെയ്താണ് അവൻ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ളവന്മാരെ നമ്മൾ എന്തോ ചെയ്യണം? വെറുതെ ഇരിക്കണോ? നിന്റെ ഒരിക്കലും വെറുതെ ഇരിക്കരുത്. ഇങ്ങനെയുള്ളവന്മാരെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ നല്ല തണ്ടും തടിയുള്ള ആമ്പിള്ളാരുടെ കൈ കിട്ടണം. ഇവന്റെ സൂക്കേട് അപ്പം മാറിക്കിട്ടും. അമ്മയ്ക്കുള്ളതിന് എനിക്കുള്ള അവൻ വരയ്ക്കുന്നങ്ങ് അവന് താഴെ കാണാൻ പറ്റുന്നുണ്ട് വരയ്ക്കുന്ന നീ അങ്ങ് ഇമാജിനേഷൻ ആണോ? ഞാൻ സൈബർ സെൽ പോലീസ് സ്റ്റേഷനാണുള്ളത്. ഈ ഇരിക്കുന്ന ആൾ എന്നെ പറ്റി വളരെ മോശമായിട്ട് അത്രയും മോശമായിട്ട് വീഡിയോ ചെയ്തിട്ടും അവന്റെ മുഖം മറക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. വീഡിയോസ് ഇടുക, അതായത് സെക്ഷലൈസ് ചെയ്ത് ബോഡി പാർട്ടിനെ വെച്ച് പറയുകയും പോരാത്തതിന് മോർഫിങ് കൂടെ ചെയ്ത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് റീൽസ് ഇട്ടു. ഈ ഇരിക്കുന്നത് ഇയാളുടെ അമ്മയും അച്ഛനുമാണ്. ഇയാൾക്ക് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. അമ്മയും അച്ഛനെ സ്വന്തം കുട്ടിയെങ്കിലും ഓർത്തിട്ട് ഇവന് ഇത്തരം മോശം പ്രവൃത്തി കാണിക്കാതിരിക്കായിരുന്നു. ഭാര്യയുടെ മക്കളുടെ ഒരു അവസ്ഥ കണ്ടാൽ നമുക്ക് സങ്കടം വരും. അത്രയും പാവപ്പെട്ട ആൾക്കാരാണ്. അമ്മയും അച്ഛനൊക്കെ ഒത്തിരി കരഞ്ഞു. അമ്മയൊക്കെ കരഞ്ഞ് കാലുപിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തതും. അതോ അമ്മയും അച്ഛനും കരഞ്ഞ് കാല് പിടിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. കാരണം ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റാണ് മകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തന്നെ കേസിൽ ഞാൻ പിന്മാറിയതും. അപ്പോൾ ഇവർക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങോട്ട് വരാണ്ടുള്ള വണ്ടിക്കൂലി പോലും ഇവർക്കില്ല. അത്രയും പാവപ്പെട്ട ആൾക്കാരാണ്. ഇത് അയാളുടെ മക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് ഇയാൾ ചെയ്ത ചെറ്റത്തിൽ എന്താ ഞാൻ പറഞ്ഞത്? ഇയാൾ എൻ്റെ പേരിൽ ഒരു 15 റീൽസ് പോസ്റ്റ് ചെയ്തു. അതും ഭയങ്കര വൾഗറായിട്ട് പച്ചയ്ക്കാണ് ബോഡി പാർട്സ് പറയുകയും മോർഫ് ചെയ്യുകയും ചെയ്തത്. കണ്ടല്ലോ, ഇതാണ് സംഭവം. ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത വിധത്തിലെ ദുരനുഭവം തനിക്കുണ്ടായിട്ടും പ്രതിയുടെ അച്ഛനമ്മയും ഓർത്ത് അയാളുടെ മുഖം മറച്ച് വീഡിയോ ചെയ്ത ഏഞ്ചൽ ബേബിയുടെ നല്ല മനസ്സ് നമ്മൾ എല്ലാവരും കാണണം. നേരെ മറിച്ച് മറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പച്ചയ്ക്ക് മുഖം കാണിച്ച് തന്നെ വീഡിയോ ചെയ്താന്. എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ വീഡിയോ ചെയ്യണം. കാരണം തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അത് ആവശ്യമാണ്. ഈ കേസിലാണെങ്കിലും അച്ഛനമ്മയും കാല് പിടിച്ചുകൊണ്ട് മാത്രമാണ് ഏഞ്ചൽ ബേബി മുഖം മറച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രതിക്ക് വീണ്ടും തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. കാരണം അച്ഛനമ്മയും വീണ്ടും തന്നെ രക്ഷിക്കാൻ വരും എന്നൊരു ചിന്താഗതി ഉണർത്തും. അതൊരിക്കലും നല്ലതല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫേസ് കാണിച്ച് തന്നെ വീഡിയോ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോനോട് അഭിപ്രായം എന്ത് തോന്നുന്നു എന്ന് കമന്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.